കേരളത്തിൽ ഇപ്പോൾ ശരിക്കും ഭരണം നടത്തുന്നത് ആരാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? മുഖ്യമന്ത്രി തന്നെയാണോ? അല്ല, കാര്യങ്ങളൊക്കെ ആ സ്ഥിതിക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെയോ സമ്മതം വാങ്ങിയിട്ട് മാത്രം സർക്കാർ ഒരു തീരുമാനമെടുക്കുന്ന ഒരു പുതിയ ജനാധിപത്യ പരീക്ഷണമാണോ കേരളത്തിൽ നടക്കുന്നത്? കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ കണ്ടാൽ ഒരു സാധാരണക്കാരൻ ആദ്യം തോന്നുന്ന ചോദ്യം ഇതായിരിക്കും. മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കാൻ നോക്കുമ്പോൾ ആദ്യം ലീഗിനോട് ചോദിക്കണം, ലീഗ് സമ്മതിച്ചോ എന്ന് നോക്കണം, പിന്നെ ഉപസമിതി എന്ന് പറഞ്ഞ് എന്ന് നോക്കണം, കോൺഗ്രസിലെ ഏത് വിഭാഗം എതിർക്കുന്നു എന്ന് നോക്കണം, സമുദായ സംഘടനകൾ എന്തു പറയുന്നു എന്ന് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടേ സർക്കാർ ഒരു തീരുമാനമെടുക്കും. എന്തൊരു ഭരണം, എന്തൊരു ഭരണ സംവിധാനം! മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ട്, മന്ത്രിമാർ കസേരയിൽ ഇരിക്കുന്നുണ്ട്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ആദ്യം മുന്നണി യോഗം വിളിക്കണം. ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച കരാറുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും UDFന് ഒരൊറ്റ അഭിപ്രായമില്ല. ഒരു വിഭാഗം പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഫണ്ട് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന്, മറ്റൊരു വിഭാഗം പറയുന്നു പണം കിട്ടുന്നതിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് കേരളത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ പാടില്ലെന്ന്. അതിനിടയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് രംഗത്ത് വന്നു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന തരത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചോദിക്കേണ്ടി വരും, സർക്കാർ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി പറയുമോ ഇത് സർക്കാർ തീരുമാനമാണ്, ഞങ്ങൾ തീരുമാനിക്കുമെന്ന്? അതോ ആദ്യം മുന്നണി യോഗം വിളിച്ച് ലീഗ് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമോ? ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്കും ഒരു ചെറിയ സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സംസ്ഥാന സർക്കാർ ഒരു കേന്ദ്ര പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും രാഷ്ട്രീയ സർജറി നടത്തേണ്ടി വരുന്നത് വലിയൊരു തമാശയായി മാറിയിരിക്കുകയാണ്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? പദ്ധതി പഠിക്കാൻ നിയോഗിച്ച UDF ഉപസമിതിയിൽ 4 അംഗങ്ങളുണ്ട്. അതിൽ 3 പേർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ അനുകൂലിക്കുന്ന നിലപാടിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഒരു കോൺഗ്രസ് മന്ത്രി ശക്തമായി വിയോജിക്കുന്നു. അതായത് സ്വന്തം മുന്നണിയുടെ അകത്ത് തന്നെ ഒരേ കാര്യത്തിൽ ഒരേ അഭിപ്രായം ഇല്ല. എന്തൊരു ഐക്യം, എന്തൊരു മുന്നണി ഐക്യം! പുറത്തു നിന്ന് നോക്കുമ്പോൾ UDF ഒരൊറ്റ മുന്നണി, അകത്ത് കയറിയാൽ PM ശ്രീയെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ശ്രീ. ഒരാൾക്ക് കേന്ദ്ര ഫണ്ട് വേണം, മറ്റൊരാൾക്ക് കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണ്ട. ഒരാൾക്ക് സ്കൂൾ വികസനമാണ് പ്രാധാന്യം, മറ്റൊരാൾക്ക് സിലബസിന്റെ സ്വതന്ത്രമാണ് പ്രാധാന്യം. ലീഗിന് രാഷ്ട്രീയ തിരിച്ചടി ഭയമാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ്. അപ്പോൾ ഇടയിൽ നിൽക്കുന്ന സർക്കാർ എന്ത് ചെയ്യും? എല്ലാവരെയും ഒരുമിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് മുന്നണി രാഷ്ട്രീയം. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം ആരും സന്തോഷിക്കാത്ത അവസ്ഥ വരും. പദ്ധതി സ്വീകരിച്ചാൽ ലീഗ് പിണങ്ങും, പദ്ധതി ഉപേക്ഷിച്ചാൽ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുന്ന വാദവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വരും. ലീഗിന്റെ എതിർപ്പ് അവഗണിച്ചാൽ മുന്നണിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറി. ലീഗിന്റെ അഭിപ്രായം അംഗീകരിച്ചാൽ മറ്റൊരു വിഭാഗം ചോദിക്കും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്തിനുപേക്ഷിക്കുന്നു? അപ്പോൾ പിന്നെ സർക്കാർ എവിടെ നിൽക്കും? ഇനി മുസ്ലിം ലീഗിന്റെ നിലപാട് കൂടി ഒന്ന് നോക്കണം. ആദ്യം പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന പൊതു നിലപാടിനൊപ്പം നിൽക്കാമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ പിന്നീട് സമുദായ സംഘടനകളിൽ നിന്നും വിവിധ കൂട്ടായ്മയിൽ നിന്നും ശക്തമായ എതിർപ്പുയരുന്നു. അതോടെ ലീഗിന്റെ നിലപാട് കടുപ്പിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. ഇപ്പോൾ പറയുന്നത് പദ്ധതിയുമായി യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ്. ഇവിടെ വീണ്ടും ഒരു ചോദ്യം, ഇതൊരു സർക്കാർ തീരുമാനമാണോ അതോ മുന്നണിയിലെ ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് മാറുന്ന തീരുമാനമാണോ? ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത് ഓരോ തീരുമാനത്തിനും ആരെങ്കിലും സമ്മതം മൂളുന്നതുവരെ കാത്തിരിക്കാനാണോ? ഇനി ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു വാദം കൂടി രസകരമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ പാർലമെന്റിലെ മറുപടിയിൽ സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കരാറിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നാണ് ലീഗിന്റെ ചോദ്യം. ശരി, അതും കേൾക്കാം. പക്ഷെ അപ്പോൾ അടുത്ത ചോദ്യം വരും, പിന്മാറിയാൽ നഷ്ടപ്പെടുന്ന കേന്ദ്ര ഫണ്ട് എത്ര? ആ പണം ഉപയോഗിച്ച് കേരളത്തിലെ എത്ര സ്കൂളുകൾ വികസിപ്പിക്കാമായിരുന്നു? ആ നഷ്ടം നികത്താൻ സംസ്ഥാന സർക്കാരിന് മറ്റൊരു മാർഗമുണ്ടോ? ഇവിടെയാണ് സർക്കാരിന്റെ യഥാർത്ഥ പരീക്ഷണം. കാരണം രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാം വളരെ എളുപ്പമാണ്. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ ഇടപെടൽ വേണ്ടെന്ന് പറയാം, സംസ്ഥാനത്തിന്റെ സ്വയംഭരണം സംരക്ഷിക്കണം എന്ന് പറയാം, കേരളത്തിന്റെ മതേതര വിദ്യാഭ്യാസ രീതി സംരക്ഷിക്കണം എന്ന് പറയാം, എല്ലാം പറയാം. പക്ഷേ അതേസമയം സ്കൂളുകൾക്ക് പണം വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അധ്യാപകർക്ക് സൗകര്യം വേണം, കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം വേണം. അതിനുള്ള പണം എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന ചോദ്യം കൂടി അതേ ഗൗരവത്തിൽ ചോദിക്കണം. അതാണ് ഇവിടെ യഥാർത്ഥ വിഷയം. പണം കിട്ടുമെന്ന് പറഞ്ഞ് എന്തും സ്വീകരിക്കണമെന്നില്ല. അതുപോലെ
രാഷ്ട്രീയ കാരണങ്ങളാൽ പണം കിട്ടുന്ന പദ്ധതികളെല്ലാം തള്ളിക്കളയണമെന്നില്ല. പദ്ധതിയുടെ നിബന്ധനകൾ എന്താണ്, കേന്ദ്രത്തിന് ലഭിക്കുന്ന അധികാരം എന്താണ്, സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നത് എന്താണ്, ഭാവിയിൽ എന്തൊക്കെ ബാധ്യത വരും, ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയണം. പക്ഷേ അതൊന്നും നടക്കാതെ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ആദ്യം ഉപസമിതി, പിന്നെ ഉപസമിതി വീണ്ടും യോഗം ചേരും, പിന്നെ റിപ്പോർട്ട്, പിന്നെ മന്ത്രിമാർ ചർച്ച ചെയ്യും, പിന്നെ മുന്നണി ചർച്ച ചെയ്യും, പിന്നെ ലീഗ് എന്ത് പറയുന്നു എന്ന് നോക്കും, പിന്നെ കോൺഗ്രസ് എന്ത് പറയുന്നു എന്ന് നോക്കും, പിന്നെ കേന്ദ്രത്തിന്റെ മറുപടി പരിശോധിക്കും, പിന്നെ ഫണ്ട് എത്ര കിട്ടുമെന്ന് നോക്കും. അതിനുശേഷം മന്ത്രിസഭ. ആഹാ, എന്തൊരു സ്പീഡ്! ഒരു പദ്ധതി നടപ്പാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇത്രയും ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരേ സംശയം തോന്നില്ലേ? ഇത് ഒരു പദ്ധതിയാണോ അതോ PSC പരീക്ഷയാണോ? ഇനി ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയിലേക്ക് വരാം. UDFന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നണിയിലെ പ്രധാന കക്ഷിയെ കൂടി പരിഗണിക്കണം. ലീഗിനെ അവഗണിച്ച് സർക്കാർ തീരുമാനമെടുത്താൽ മുന്നണിക്കുള്ളിൽ പ്രശ്നം വരും. ലീഗിന്റെ നിലപാടിനൊപ്പം പോയാൽ കേന്ദ്ര ഫണ്ടിന്റെ കാര്യം ചോദ്യം ചെയ്യും. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? എനിക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയുമോ, അതോ ആദ്യം ലീഗിന്റെ അഭിപ്രായം കേൾക്കട്ടെ എന്ന് പറയുമോ? ഇതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ KM ഷാജിയും പരസ്യമായി ലീഗിന്റെ വിയോജിപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുന്നണിക്കുള്ളിൽ യോജിക്കാനും വിയോജിക്കാനും സ്വതന്ത്രമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മുന്നണി, പക്ഷേ അകത്തെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം. അത് ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലേ? പക്ഷേ അടുത്ത ഭാഗം കൂടി ഉണ്ടല്ലോ. വിയോജിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീരുമാനമെടുക്കാനും ആരെങ്കിലും സ്വാതന്ത്ര്യം കാണിക്കണം. എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവർക്കും എതിർക്കാം, എല്ലാവർക്കും അനുകൂലിക്കാം. പക്ഷേ അവസാന തീരുമാനം ആരെടുക്കും? അതാണ് ജനങ്ങൾക്കറിയേണ്ടത്. കാരണം ജനങ്ങൾ സർക്കാരിനെയാണ് ചോദ്യം ചെയ്യുക, മുന്നണി ഉപസമിതിയല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര യോഗങ്ങളെയല്ല. ഒടുവിൽ ഉത്തരവാദിത്തം സർക്കാരിനാണ്. ഇനി കർണാടകയുടെ കാര്യവും ചർച്ചയാവുന്നുണ്ട്. പദ്ധതിയുമായി സഹകരിച്ച് സംസ്ഥാനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രീതിയിൽ വലിയ തോതിലുള്ള കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെന്നാണ് ഈ വിഷയത്തിൽ ഉയരുന്ന മറ്റൊരു വാദം. വിദ്യാഭ്യാസം കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കോൺഗ്രസും ലീഗും ഒക്കെ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മറന്നു പോകരുത്. കേന്ദ്രത്തിന്റെ ഇടപെടൽ അപകടകരമാണെങ്കിൽ അതിന്റെ കൃത്യമായ വിശദീകരണം കൊടുക്കണം. കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുന്നത് കേരളത്തിന് വലിയ തിരിച്ചടിയാണെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കും കൊടുക്കണം. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ആരുടെ വാദമാണ് ശരിയെന്ന്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഒരു വശത്ത് കോൺഗ്രസിലെ ചിലർ പറയുന്നു പണം നഷ്ടപ്പെടുത്തരുത്, മറുവശത്ത് ലീഗ് പറയുന്നു കേന്ദ്ര അജണ്ടയ്ക്ക് വഴങ്ങരുത്, ഇടയിൽ ഉപസമിതി പറയുന്നു പരിശോധിക്കാം, അതിനിടയിൽ മന്ത്രി പറയുന്നു വിയോജിപ്പുണ്ട്, പിന്നെ നേതാക്കൾ പറയുന്നു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അവസാനം മുഖ്യമന്ത്രി ശരി, അടുത്ത മന്ത്രിസഭ യോഗത്തിൽ നോക്കാം. ഇതാണ് ഭരണം. എന്തൊരു കൃത്യമായ തീരുമാനമെടുക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് സാധാരണക്കാരന് ഒരു സംശയം തോന്നിയാൽ തെറ്റാണോ? കേരളം ഭരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലോ? എല്ലാവരും ചേർന്നൊരു കോമ്പിനേഷൻ സർക്കാർ ആകുമോ? കാരണം PM ശ്രീയിൽ പദ്ധതിയുടെ കാര്യത്തിൽ പുറത്തു വരുന്ന ചിത്രം അതാണ് കാണിക്കുന്നത്. ഇനി ഒരു കാര്യം വ്യക്തമാണ്, മുന്നണി രാഷ്ട്രീയം എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഒരു ഘടകകക്ഷിക്ക് എതിർക്കാം, മറ്റൊരാൾക്ക് അനുകൂലിക്കാം. അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ലീഗ് സമ്മതിച്ചില്ല, കോൺഗ്രസ് സമ്മതിച്ചില്ല, ഉപസമിതി നോക്കുകയാണ്, മന്ത്രിസഭ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് ഗുണം? ഇതാണ് യഥാർത്ഥ ചോദ്യം. ഒടുവിൽ ജനങ്ങൾ ഒരു കാര്യം മാത്രമേ ചോദിക്കും, സർക്കാരെ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എടുക്കൂ, ഇല്ലെങ്കിൽ ആരുടെ അനുമതി കിട്ടിയാൽ അധികാരം ഉപയോഗിക്കാമെന്ന് ആദ്യം ജനങ്ങളോട് പറഞ്ഞു തരൂ. കാരണം ഇപ്പോഴത്തെ കാഴ്ച കണ്ടാൽ തോന്നുന്നത് മറ്റൊന്നാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ട്, മന്ത്രിമാർ കസേരയിൽ ഇരിക്കുന്നുണ്ട്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെയും വേറെ ആളുകൾ. എന്നാൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ പോലും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മുന്നണിയിലെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കേണ്ട ഈ സർക്കാരിൻ്റെ ഒരു അവസ്ഥ ശരിക്കും കഷ്ടം തന്നെ. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ റിമോട്ട് കൺട്രോൾ ശരിക്കും ആരുടെ കയ്യിലാണ്? നിങ്ങൾ തന്നെ പറയുക. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.